ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഗൈഡൻസ് മെസ്സേജിൽ, ഗൈഡൻസ് അല്ല, ഇന്നത്തെ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് ഒരു റീഡിങ് നോക്കാം. അതായത് മറ്റുള്ളവർ കാഴ്ചപ്പാടിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു, എന്തായിട്ടാണ് നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഒരു ധാരണ എന്താണ്, ഓക്കെ, അവരെന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, പറയുന്നു. ഓക്കെ, ഇത് ജനറൽ ഒപ്പീനിയൻ, അതായത് നിങ്ങളുടെ കൂടെയുള്ളവരായിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഓക്കെ, ജോലി ചെയ്യുന്നവർ, ആരായാലും. ഓക്കെ, നിങ്ങളെ പരിചയമുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളെപ്പറ്റി എന്താണ് ധരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. അത് കറക്റ്റാണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, 10 ഓഫ് കപ്സ് കാണുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് സോഡ്സ്, ഹാങ്മാൻ, 10 ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ്, 6 ഓഫ് കപ്സ്. ആക്ച്വലി ഐ തിങ്ക് നിങ്ങളുടെ പരിചയമുള്ളവരൊക്കെ വിചാരിക്കുന്നത് നിങ്ങളൊരു ഫാമിലി പേഴ്സൺ ആണ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തികൾ, ലൈക്ക് അതിനു വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തികളായിട്ടും നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അതുപോലെ എല്ലാവരോടും നിങ്ങളൊരു ഫാമിലി പോലെ, കുടുംബം പോലെ, ആരുടെ കൂടെ നിങ്ങൾ പരിചയപ്പെട്ടാലും അവരുടെ കൂടെ നിങ്ങളൊരു ശരിക്കും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വെച്ച് അവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഒരു കുടുംബത്തിൽ ഒരു അംഗത്തിനെ പോലെ നിങ്ങളെ കാണാൻ പറ്റും, അങ്ങനെയും കരുതുന്നുണ്ട് ചിലവർ. ഓക്കെ, അതായത് കുടുംബത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്നല്ല കേട്ടോ, മെജോറിറ്റി കുറേ പേര് അങ്ങനെ കരുതുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ അങ്ങനെ അത്രയും സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന അതൊക്കെ കണ്ടിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആക്കാൻ പറ്റിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ കൂടെ നിർത്താനൊക്കെ പറ്റിയ വ്യക്തികളാണ് എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ആൻഡ് നിങ്ങൾ വളരെയധികം മേ ബി നിങ്ങളുടെ ഫാമിലിയെ തന്നെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. ഫാമിലിയുടെ ഹാപ്പിനെസ്, ഫാമിലിയുടെ സെക്യൂരിറ്റി, അതിനുവേണ്ടി നിങ്ങൾ ഏർണിങ് ചെയ്യാനായാലും ശരി, ഓക്കെ, അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കണം എന്ന രീതിക്ക്, പണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ല സന്തോഷങ്ങളുടെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ വളരെയധികം ഫാമിലിയെ കൂട്ടിച്ചേർത്ത് നിർത്താനൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ തന്നെ പക്ഷേ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നും മറ്റുള്ളവർ കരുതുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഫാമിലിക്ക്, ഹസ്ബൻഡിന്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ പാരൻസിന് ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഇഷ്ടങ്ങളും നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടാവും, സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും, അവർ പറയുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ സ്റ്റക്കായിട്ട് എന്നല്ല, ഇതിവിടെ എനിക്ക് സാക്രിഫൈസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെക്കുക. ഓക്കെ, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ശരി, വേണ്ട, ഞാനും എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ അതുപോലെ പലതും നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന പോലെ, നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുക, നിങ്ങളത് പുറത്ത് പറയുന്നില്ല എന്നും ചിലവർ കരുതുന്നുണ്ട്. എൻ്റെ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. സോ നിങ്ങൾ വളരെ, അതായത് അവർ എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾ ഒന്നും തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്ന പോലെ, നിങ്ങൾക്കൊരു ദൈവത്തിനെ പേടിയുണ്ട് എന്ന രീതിക്കുമായിരിക്കും. ഓക്കെ, ദൈവവിശ്വാസിയാണ്, ഒരുപാട് മേ ബി നിങ്ങളങ്ങനെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ആൻഡ് നിങ്ങൾക്ക് ഒരു കർമ്മയിലൊക്കെ ഒരുപാട് വിശ്വാസം, ആൻഡ് നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും, ദാറ്റ് എപ്പോഴും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും വരരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. സോ മറ്റുള്ളവർ അതൊക്കെ കാണുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്ന് ചിലവർക്ക് തോന്നുന്നുണ്ട്. സോ അത് മേ ബി നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറക്കുന്നു. മേ ബി ചില സമയത്തൊക്കെ നിങ്ങളുടെ ഓപ്പണായിട്ട് ചിലപ്പോൾ നിങ്ങൾ എല്ലാം സംസാരിക്കില്ല, അങ്ങനെയും ആയിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നു എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു നല്ല ഫ്രണ്ടാണ് എന്നുകൂടി എല്ലാവരും കരുതുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫ്രണ്ടാണ്, നിങ്ങളോട് എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകാൻ നല്ലതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങളതിനെ ഒന്ന് സമാധാനിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്കൊരു സമാധാനം കൊടുക്കുന്ന വ്യക്തികളുമാണ് നിങ്ങളെന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ
നല്ലൊരു ഫ്രണ്ടായിട്ട് നിന്ന്, നല്ലൊരു കൂട്ടായിട്ട് നിന്ന് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിക്കൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ടെമ്പറൻസ് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങൾ ഒരുപാട് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതല്ല, മേ ബി നിങ്ങൾ ഒരുപാട് ഇമോഷണലൊക്കെ ആയിരിക്കും. ഓക്കെ നിങ്ങൾ വല്ലാതെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവം, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക, കോംപ്രമൈസ് ചെയ്യുക ഒരുപാട്, അങ്ങനത്തെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബാലൻസിൽ മാക്സിമം, അതായത് നിങ്ങളുടെ ലൈഫിനെ ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അഗെയിൻ ഇവിടെ 6 ഇത് വന്നപ്പോൾ എനിക്കൊരു അഗെയിൻ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷൻ ജഡ്ജ്മെൻറ്റും കാണുന്നുണ്ട്. സോ നിങ്ങളെ പരിചയപ്പെടുന്നവർക്കൊക്കെ എവിടെയോ അവർക്കൊരു തോന്നൽ വരുന്നത് നിങ്ങളും അവരുമായിട്ട് എവിടെയോ ഒരു പൂർവ്വജന്മ ബന്ധമുണ്ടോ എന്ന് വരെ തോന്നിപ്പോവും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് നിങ്ങൾ അങ്ങനെയാണ് എല്ലാവരോടും അറ്റാച്ച്മെൻറ്റ് വെക്കുന്നത്. ഓക്കെ അപ്പോൾ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എക്സെപ്റ്റ് ഈ ഒരു കാര്യം, അതായത് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചിലവർക്കൊരു ഡൗട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കുന്നുണ്ടോ എന്ന്. ആൻഡ് ഇവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാവർക്കും തോന്നുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ആവശ്യമില്ലാതെ കൂടി, അതായത് അത് നിങ്ങളെ ഇഷ്ടത്തോടെയാണ് അവർ വിചാരിക്കുന്നത്, അല്ലാതെ തെറ്റായിട്ടല്ല. ഓക്കെ അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തിനാണ് മാറ്റിവെക്കുന്നത്, നിങ്ങൾക്കത് ചെയ്തുകൂടെ എന്ന രീതിക്ക് അവർക്കൊരു ഇതുണ്ട്. ബിക്കോസ് നിങ്ങളെ അത്രയും കെയറും ഇതും ഉള്ളത് കൊണ്ടാണ്. എന്നും മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളിവിടെ എല്ലാവരെയും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടെ ഒരു എനിക്ക് പെട്ടെന്ന് തോന്നി. നിങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ, ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങളൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണുക എന്ന് പറയും. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ എല്ലാ വശത്തു നിന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കൂടി അവർ കരുതുന്നുണ്ട്. ഓക്കെ വേറെയും എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ എന്ന് നോക്കണോ? വേണ്ടാലേ. ഓക്കെ എന്തായാലും കാർഡ് വരുന്നത് വരട്ടെ. ഓക്കെ വേറെ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആക്ച്വലി ഫ്രണ്ടാണ്, ഒരു പാസ്റ്റ് ലൈഫ്, അങ്ങനെയൊക്കെ ഒരു കണക്ഷനൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. സോറി എന്താ അത്, ഹെർമിറ്റ്. യെസ് അഗൈൻ ടെമ്പറൻസ് വീണ്ടും വന്നു. നമ്മൾ നേരത്തെ സ്റ്റാർ, ലവേഴ്സ് കാർഡും നടത്തേണ്ടായിരുന്നു. ഇതും നമ്പർ 6 ആണ് ആക്ച്വലി. ഇവിടെയും 6 വന്നിട്ടുണ്ടായിരുന്നു, ഇതും 6 ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്, പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങൾ. ഓക്കെ നമ്മളൊരു ബന്ധം അങ്ങനത്തെ ബന്ധമാണ് എന്ന് പലരും നിങ്ങളെ നല്ല ക്ലോസ് ആയിട്ടുള്ളവർക്കൊക്കെ ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. ദാറ്റ് എവിടെയോ നിങ്ങൾ ശരിക്കും ഈ ജന്മത്തിൽ മാത്രമല്ല മുജ്ജന്മ ബന്ധമുണ്ട്, അങ്ങനെയാണ് നിങ്ങളവരെ, അങ്ങനെ ഒരു ഫീലിംഗ് പലർക്കും വരാറുണ്ട്. ഓക്കെ ആൻഡ് ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. സോ ഹെർമിറ്റ് പറയുന്നത് അഗൈൻ ഇവിടെ സീക്രട്ട്, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങൾ ഈ പുറമെ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും, എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും, എല്ലാവരെയും സഹായിക്കുന്നുണ്ടാവും, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും സ്റ്റാർ കാർഡ് ഉണ്ട് ഇവിടെ. സോ നിങ്ങളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളവരെ ഒരു ഹോപ്പ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമല്ല. ഓക്കെ അത് ഞാൻ പറയാം. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ഓക്കെ മറ്റുള്ളവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളൊരു പ്രതീക്ഷയായിട്ടൊക്കെ പലർക്കും തോന്നാറുണ്ട്. നിങ്ങളോട് സംസാരിച്ചാൽ തന്നെ ഒരു ഹീലിംഗ് കിട്ടുന്ന പോലെ, അതായത് നിങ്ങളുടെ ചില വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ ആവാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അവർക്ക് ഹീലിംഗ് കൊടുക്കാറുണ്ട്. അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു ഹീലിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ എവിടെയോ നിങ്ങൾ ഉള്ളിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ട് എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ട്. ഇടയിലൊരു കോൾ കയറി വന്നു, എവിടെ വരെ റെക്കോർഡായി എന്ന് എനിക്കറിയില്ല. ഓക്കെ എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഓക്കെ നിങ്ങൾ ഉള്ളിൽ ചിലപ്പോൾ ലോൺലി ഫീൽ ചെയ്യുന്ന പോലെ, അതായത് നിങ്ങൾ തനിച്ച്, നമ്മൾ പറയില്ലേ പുറമേ എന്തൊക്കെ കാണിച്ച് നടന്നാലും എവിടെ ഉള്ളിൽ നിങ്ങളൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുക. ഓക്കെ എല്ലാവരോടും അടുപ്പം വെക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയില്ലേ നമ്മൾ തനിച്ചാണ്, അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ സൈലൻ്റ് ആവുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വളരെ നോളജ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നതായിരിക്കാം. എനിവേ അപ്പം നിങ്ങൾ ഒരു കോംപ്രമൈസിൽ നിങ്ങൾ ലൈഫിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കും എന്ന രീതിക്കായിരിക്കും. ആൻഡ് ഇവിടെ അഗൈൻ ഹീലിംഗ് കിട്ടുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ന രീതിയിലാണ്. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. സോ നിങ്ങൾ വളരെയധികം ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, എല്ലാവരും കെയർ ചെയ്യുക, അങ്ങനത്തെ വ്യക്തികളാണ് എന്ന് കരുതുന്നുണ്ട്. നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല ഇവിടെ ഇതുവരെ. സോ അഗൈൻ ലവേഴ്സ് എന്ന് കാണുന്നുണ്ട്. സോ കുറച്ച് ലവേഴ്സ് എന്ന രീതിക്കല്ല, ഇവിടെ നമുക്ക് വേറെ അതിന് പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ബന്ധങ്ങൾ, അങ്ങനെ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ വളരെ പോസിറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല. സോ ഇത് മേ ബി എല്ലാവരുടെയും കാര്യം ആവണമെന്നില്ല, പക്ഷേ കുറേ പേര് നിങ്ങളെപ്പറ്റി നല്ലതാണ് വിചാരിക്കുന്നത് എന്നാണ്. ഓക്കെ നെഗറ്റീവ് നമ്മൾ നോക്കിയിട്ടില്ല. അങ്ങനെ പോട്ടെ. ഇത് ഫാമിലി അഗെയിൻ കണ്ടോ, സെയിം തിങ്, ഫാമിലി, ഗിഫ്റ്റ്, ടോയിൽ ആൻഡ് ലേബർ,
കോഡ്ഷിപ്പ്, ലവേഴ്സ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. ലവേഴ്സുമായിട്ട് കണക്ഷൻ വന്നു. പാത്ത് വേ, ജുഡിക്കേഷൻ, ജഡ്ജ്മെൻറ്റ്. സി എവിടേക്കോ ചില കണക്ഷൻസ് വരുന്നുണ്ട്. മേ ബി ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ന്യായത്തിന് പേടിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് നമ്മൾ പറയില്ല, നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യരുത്, ഇത് യൂണിവേഴ്സിൻ്റെ ന്യായം എന്ന രീതിക്കാണ് ജഡ്ജ്മെൻറ്റ് പറയാം. നമ്മൾ എവിടെയും ജുഡിക്കേഷൻ എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കോർട്ട് കേസോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടാവാം, അതായിരിക്കാം. അവിടെയും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് മേ ബി ഒരു കണക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ കൂടുതൽ അഗെയിൻ ഇവിടെ സിമിലർ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ ഒരു ന്യായത്തിന് പേടിക്കുന്ന വ്യക്തികളാണ്. അതായത് നമ്മൾ പറയും ലോയിനെ പേടിക്കുന്ന വ്യക്തികൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് എന്നാണ് കരുതുന്നത്. ഫാമിലി റൂം വീണ്ടും വന്നു. ഫാമിലി കാർഡ്സ് 3 കാർഡാണ് വന്നത്. സോ യെസ്, നിങ്ങളൊരു നല്ലോണം ഫാമിലി കെയർ ചെയ്യുന്ന വ്യക്തികളാണ്, ഫാമിലി പേഴ്സൺ ആണ്, ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കും എന്ന രീതിക്ക് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അഗെയിൻ ഗിഫ്റ്റിൻ്റെ കാര്യമുണ്ട്. സോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും. നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ആയിരിക്കാം. ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്ത് എല്ലാവരെയും ശ്രമിക്കും നിങ്ങൾ. അങ്ങനെയൊക്കെയാണ് എല്ലാവരും കാണുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ടോയിൽ ലേബർ, യെസ്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്ന രീതിക്കൊക്കെ എല്ലാവരും കരുതുന്നുണ്ട്. കോർട്ട്ഷിപ്പ് ആൻഡ് ലവേഴ്സ് നമുക്കിവിടെ കുറച്ച് സിമിലർ ആണ്. സോ മേ ബി നിങ്ങളുടെ ലൈഫിലെ നിങ്ങളോട് ചിലപ്പോൾ ഇഷ്ടമുള്ള വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം ഇത്. ഓക്കെ, മേ ബി നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയിട്ട് അത് ചിലപ്പോൾ ഒരു തുറന്ന് പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ നിങ്ങളോട് ഒരു ഇഷ്ടമുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു എന്ന രീതിക്കും ആയിരിക്കാം. ആൻഡ് ഇവിടെ പാത്ത് വേ കാണുന്നുണ്ട്. സോ നിങ്ങളൊരു ജേർണിയിലാണ്. ആൻഡ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ എന്താ പറയുക, മുന്നോട്ട് ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന രീതിക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് പലരും നോട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. വിഷമങ്ങളൊക്കെ വന്നാലും അതിനെ ഓവർകം ചെയ്യുന്ന വ്യക്തികളായിരിക്കും. നിങ്ങളിൽ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. സോ അതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ജേർണിയിൽ നിങ്ങൾക്കൊരു മാറ്റങ്ങൾ വരുന്നത് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ കാർഡ്സ് ഞാൻ എന്തിനാ വെച്ചതെന്ന് എനിക്കും അറിയില്ല. വരുന്നത് വരട്ടെ. ഓക്കെ, ടോക്ക് ടു യുവർ ഏഞ്ചൽസ്, യോഗ ആൻഡ് വീണ്ടും ജസ്റ്റിസ്, ജഡ്ജ്മെൻറ്റ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അഡ്വൈസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടോക്ക് ടു യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ കൺഫ്യൂഷൻസ്, കാര്യങ്ങൾ, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് വറിയിങ്, ആസ്ക് ഫോർ ഡിവൈൻ ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സ്ട്രെസ്സോ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് വെച്ച് നടക്കുന്നുണ്ടാവും. ഓക്കെ, ആ മനസ്സിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ അതിനെ നിങ്ങൾ ഇനി മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഒന്നാമത് ഓക്കെ, നിങ്ങൾ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, മറ്റുള്ളവർക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആദ്യം, ഞാനിപ്പോൾ മേ ബി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം, ദാറ്റ് നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങളൊരു പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് നിങ്ങൾ സ്വയം നിങ്ങൾ അവനവനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, മറ്റുള്ളവരൊക്കെ നിങ്ങളെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. സോ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ യോഗ പറയുന്നുണ്ട്. സോ കുറച്ച് പേര് യുവർ ലൈഫ് ഇസ് എൻഹാൻസ്ഡ് ബൈ യോഗ, സ്ട്രെച്ചിങ് ആൻഡ് എക്സസൈസിങ്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി യോഗയൊക്കെ ചെയ്യുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങൂ എന്നുള്ളൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. അഗെയിൻ ജസ്റ്റിസ് വന്നു. 3ാമത്തെ തവണയാണ് നമുക്കിവിടെ ജസ്റ്റിസ് ജഡ്ജ്മെൻറ്റ് കാർഡ് വരുന്നത്. സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ ലീഗൽ മാറ്റേഴ്സ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ന്യായം കിട്ടും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഫ്രീഡമും ഉണ്ട്. സോ എവിടെയോ നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുന്ന രീതിയിൽ മേ ബി നിങ്ങളുടെ ഒരു തീരുമാനം, എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത് അത് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും എന്ന രീതിക്ക് എടുക്കാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ മനസ്സിൽ ഓക്കെ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്താൽ തെറ്റാവോ, എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ പേടികളുണ്ടാവും. ബട്ട് ഇല്ല, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിക്കും കറക്റ്റായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഡോണ്ട് വറി എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ ആ ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ വേണ്ട. നിങ്ങൾ ചെയ്യുന്നെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർ കാണുന്നുമുണ്ട്, അവർ മനസ്സിലാക്കുന്നുമുണ്ട്. ചിലപ്പോൾ ആരെയും തുറന്ന് പറഞ്ഞൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും തുറന്ന് പറഞ്ഞൊന്നുമില്ല. ബട്ട് ഈ റീഡിങ് നിങ്ങളുടെ ഒരു കൺഫർമേഷനായിട്ട് എടുക്കുക. നിങ്ങളെപ്പറ്റി യൂണിവേഴ്സിന് തന്നെ നല്ലൊരു ഒപ്പീനിയൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ, യൂണിവേഴ്സിന് നിങ്ങളെപ്പറ്റി നല്ലൊരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നതല്ല നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി വിട്ടേക്കൂ. യു ആർ ഫ്രീ ടു ഡു വാട്ട് യു ചൂസ്.
ഈ ഒരു ഇത് ചോയ്സിൻ്റെ കാര്യമായിരുന്നു നേരത്തെ. ലവേഴ്സ് കാർഡ് നമ്മൾ ചോയ്സിൻ്റെ ആണ് പറയുക. സോ നിങ്ങൾക്കൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് മാത്രം നിൽക്കണ്ട. ആൻഡ് നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. യൂണിവേഴ്സ് നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. യൂണിവേഴ്സ് ആയാലും മറ്റുള്ളവരായാലും ഒക്കെ. ഓക്കെ, ചിലവർ നിങ്ങൾ ക്ലോസ് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ അടുത്തുള്ളവർ മേ ബി നിങ്ങളോട് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടാവും. ബട്ട് ഇല്ല. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ആർ ഫ്രീ ടു ചൂസ് വാട്ട് യു വാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ചൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇന്നത്തെ നമുക്കൊരു റീഡിങ് അതാണ്. മറ്റുള്ളവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ്. ബട്ട് എനിവേ അതിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേണ്ട. ഓക്കെ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കണോ, അവർ നിങ്ങളെപ്പറ്റി നല്ലത് ചിന്തിക്കണ്ടോ, അതൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്ര നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ മേലൊരു പ്രഷറായിട്ടോ ബേർഡനായിട്ടോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു വളരെ ജെനുവിൻ പേഴ്സൺ ആണ്. നിങ്ങൾ ലൈക്ക് മാക്സ് ആരും പെർഫെക്റ്റ് ഒന്നും ആവില്ല അല്ലേ. നമ്മൾ ഭാഗത്തുനിന്നൊക്കെ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും. സോ പെർഫെക്റ്റ് ആവാൻ ആർക്കും സാധിക്കില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക. ഓക്കെ, അത് യൂണിവേഴ്സ് കാണുന്നുണ്ട്, മറ്റുള്ളവർ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റി തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. ഓക്കെ, നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.